ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റൂഫ്സ് ആണ്. റൂഫ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതിൽ വരുന്ന ടെക്നിക്കൽ ടേംസൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൂഫ്സ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസോടെ എല്ലാവരും പഠിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ റൂഫ്? റൂഫ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് മോസ്റ്റ് കവറിങ് പോർഷനാണ്. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് മോസ്റ്റ് കവറിങ് പോർഷനാണ് റൂഫ്. റൂഫിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ എന്നിൽ നിന്ന്, റെയിനിൽ നിന്ന്, അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ്, വിൻഡ്, ഇവയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് റൂഫിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂഫ്സ് ഉണ്ട്. ഓക്കെ, ഷേപ്പിനെയും മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് റൂഫിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂഫിൽ മെയിനായിട്ടും വരുന്നത് 2 പാർട്സ് ആണ്. ഒന്ന് സ്ട്രക്ചറൽ എലമെൻറ്റ്സും, രണ്ട് റൂഫ് കവറിങ്സും. ഓക്കെ, സ്ട്രക്ചറൽ എലമെൻറ്റ്സിൽ വരുന്നത് ട്രസ്, പോർട്ടൽസ്, ബീം, സ്ലാബ്, ഷെൽസ്, സ്റ്റോംസ്. റൂഫ് കവറിങ്സിൽ വരുന്ന എന്തൊക്കെയാണ്? AC ഷീറ്റ്സ്, GI ഷീറ്റ്സ്, ടൈൽസ്. അപ്പോൾ മെയിനായിട്ടും റൂഫ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനാണ്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രം റെയിൻ, സ്നോ, ഹെയിൽ, വിൻഡ്, ഡയറക്റ്റ് സൺലൈറ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ സ്ലൈഡിൽ നമ്മൾ ഒരു റൂഫിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ നമുക്ക് കാണുന്നുണ്ട്? റിഡ്ജ്, വാലി, കുറേ ടേംസ് നമ്മളിതിൽ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ടെക്നിക്കൽ ടേംസ്, ഓക്കെ, റൂഫിലെ ടെക്നിക്കൽ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് റൂഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ടേംസ് എല്ലാവരും പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഓരോ ടേമും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് നോക്കാം. അതിൽ ആദ്യത്തെ ഏതാണ്? ആദ്യത്തെ വരുന്നത് കോമൺ റാഫ്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് കോമൺ റാഫ്റ്റേഴ്സ്? ഒരു ട്രസ്സിൽ വരുന്ന ഇൻക്ലൈൻഡ് മെമ്പേഴ്സ്. ഓക്കെ, ഒരു ട്രസ്സിൽ വരുന്ന ഇൻക്ലൈൻഡ് മെമ്പേഴ്സിനെയാണ് നമ്മൾ റാഫ്റ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഒരു ട്രസ്സിൽ വരുന്ന ഇൻക്ലൈൻഡ് മെമ്പേഴ്സാണ് റാഫ്റ്റേഴ്സ്. ഈ റാഫ്റ്റേഴ്സിൽ എന്താണ് കോമൺ റാഫ്റ്റർ? ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന റാഫ്റ്റേഴ്സാണ് കോമൺ റാഫ്റ്റേഴ്സ്. എന്തിനാണിത് പ്രൊവൈഡ് ചെയ്യുന്നത്? റൂഫ് കവറിങ് മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോമൺ റാഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹിപ്പ് എന്താണ്? അത് രണ്ട് റൂഫ് സ്ലോപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹിപ്പ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയും. ഓക്കെ, രണ്ട് റൂഫ് സ്ലോപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഹിപ്പ് എന്നാണ് പറയുക. നെക്സ്റ്റ് വണ്ണാണ് ഹിപ്പ് റാഫ്റ്റർ. എന്താണ് ഹിപ്പ് റാഫ്റ്റർ? അതായത് ലോങ്ങസ്റ്റ് റാഫ്റ്ററാണ് ഹിപ്പ് റാഫ്റ്റർ. ഓക്കെ, ഈ ലോങ്ങസ്റ്റ് റാഫ്റ്ററാണ് ഹിപ്പ് റാഫ്റ്റർ. ഓക്കെ, രണ്ട് റൂഫ് സ്ലോപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് നമ്മൾ അവിടെ കൊടുക്കുന്ന റാഫ്റ്ററാണ് ഹിപ്പ് റാഫ്റ്റർ. ഓക്കെ, ലോങ്ങസ്റ്റ് റാഫ്റ്ററാണ്. നെക്സ്റ്റ് വൺ വാലി. എന്താണ് വാലി? രണ്ട് റൂഫ് സർഫസുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ നമ്മളതിനെ എന്താണ് പറയുക? വാലി എന്നാണ് പറയുക. ഓക്കെ, രണ്ട് റൂഫ് സർഫസുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ നമ്മളതിനെ വാലി എന്നാണ് പറയുക. അടുത്ത ടേമാണ് ജാക്ക് റാഫ്റ്റർ. എന്താണ് ഈ ജാക്ക് റാഫ്റ്റർ? നമ്മൾ ഹിപ്പ് റാഫ്റ്റർ പഠിച്ചു. ഓക്കെ, ഈ ഹിപ്പ് റാഫ്റ്ററിൽ നിന്ന് ഒന്നിലധികം റാഫ്റ്റേഴ്സ്, കുറേയധികം റാഫ്റ്റേഴ്സ് വാട്ട് പ്ലേറ്റിൽ കണക്ട് ചെയ്യും. ഓക്കെ, ഈ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹിപ്പ് റാഫ്റ്ററിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, ഈ ടൈപ്പ് റാഫ്റ്റേഴ്സിനെയാണ് നമ്മൾ ജാക്ക് റാഫ്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഹിപ്പ് റാഫ്റ്റേഴ്സിനേക്കാളും ഷോർട്ടർ ലെങ്ത്തുള്ള റാഫ്റ്റേഴ്സാണ് ജാക്ക് റാഫ്റ്റേഴ്സ്. ഇനി അടുത്താണ് ഈവ്സ്. അതായത് ഇൻക്ലൈൻഡ് റൂഫിൻ്റെ ലോവർ എഡ്ജിനെയാണ് നമ്മൾ ഈവ്സ് എന്ന് പറയുക. ഓക്കെ, ഇൻക്ലൈൻഡ് റൂഫ് സർഫേസിൻ്റെ ലോവർ എഡ്ജാണ് ഈവ്സ്. ഇനി അടുത്ത ഈവ്സ് ബോർഡ്. ബോർഡ് ഫിക്സ്ഡ് അലോങ് ദ ഈവ്സ് ആണ് ഈവ്സ് ബോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ബാറ്റൻസ്.
ബാറ്റൻസ് എന്ന് പറയും, ബാറ്റൻസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? റൂഫ് കവറിങ് മെറ്റീരിയൽസിനെ ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ഓക്കെ, റൂഫ് കവറിങ് മെറ്റീരിയൽസിനെ ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ കൊടുക്കുന്ന തിൻ സ്ട്രിപ്സ് ഓഫ് വുഡിനെയാണ് നമ്മൾ ബാറ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത ടേം നോക്കാം, ക്ലീറ്റ്സ്. എന്താണ് ക്ലീറ്റ്സ്? ക്ലീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പർലിൻസിൻ്റെയൊക്കെ സ്ലൈഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിൻ വുഡൻ മെമ്പേഴ്സ് പ്ലേസ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ക്ലീറ്റ്സ് എന്ന് പറയുന്നത്. പർലിൻസിൻ്റെയൊക്കെ സ്ലൈഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തിൻ വുഡൻ മെമ്പേഴ്സ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലീറ്റ്സ് എന്ന് പറയാം. നെക്സ്റ്റ് വണ്ണാണ് പർലിൻസ്. എന്താണ് പർലിൻസ്? പർലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണ്. ഓക്കെ, പർലിൻസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ റാഫ്റ്ററിനെ പ്രിൻസിപ്പൽ റാഫ്റ്ററിലേക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് വെർജ്. എന്താണ് വെർജ്? ഗേബിളിൻ്റെ എൻഡിനെയാണ് നമ്മൾ വെർജ് എന്ന് പറയുക. അതായത് ദ ലൈൻ കണക്റ്റിംഗ് റിഡ്ജ് ടു ഈവ്സ് ആണ് വെർജ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് വാൾ പ്ലേറ്റ്സ്. എന്താണ് വാൾ പ്ലേറ്റ്സ്? വാൾ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വുഡൻ മെമ്പേഴ്സാണ്. റൂഫും വോളും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൾ പ്ലേറ്റ്സ് യൂസ് ചെയ്യുക. റൂഫും വോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലോങ് വുഡൻ മെമ്പേഴ്സാണ് വാൾ പ്ലേറ്റ്സ്. അതുപോലെ തന്നെ വരുന്ന ലോഡ്സിനെയൊക്കെ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് വാൾ പ്ലേറ്റ്സിൻ്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, അടുത്ത ടേമാണ് റൈസ്. എന്താണ് റൈസ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് വാൾ പ്ലേറ്റും റിഡ്ജിൻ്റെ ടോപ്പും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആണ് പിച്ച് ഓഫ് റൂഫ്. എന്താണ് പിച്ച് ഓഫ് റൂഫ്? അതായത് ഒരു റൂഫിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, റൂഫിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടലിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുക. അല്ലെങ്കിൽ വേറെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് റൈസ് ടു സ്പാൻ. ഓക്കെ, റേഷ്യോ ഓഫ് റൈസ് വിത്ത് സ്പാനിനെയാണ് നമ്മൾ സ്ലോപ്പ് അല്ലെങ്കിൽ പിച്ച് ഓഫ് റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് റൂഫ്. മെയിനായിട്ട് വരുന്നത് 3 ടൈപ്പാണ്, 3 കാറ്റഗറീസാണ്. ഏതൊക്കെയാണ്? പിച്ച്ഡ് ഓർ സ്ലോപ്പിംഗ് റൂഫ്, ഫ്ലാറ്റ് ഓർ ടെറസ്ഡ് റൂഫ്, കർവ്ഡ് റൂഫ്. ഓക്കെ, ഈ റൂഫിൻ്റെ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ബിൽഡിങ്ങിനെ, നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസിനെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിങ്ങിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പ് ഓഫ് റൂഫ് ചൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ടൈപ്പാണ് പിച്ച്ഡ് അല്ലെങ്കിൽ സ്ലോപ്പിംഗ് റൂഫ്. പിക്ചറിൽ നോക്കൂ, എന്താണ്? ബിൽഡിങ്ങിൻ്റെ ടോപ്പ് സർഫേസ് സ്ലോപ്പിംഗ് ആണ് അല്ലേ? ഇപ്പോൾ ഈ ടൈപ്പ് ഓഫ് ബിൽഡിങ്സിൽ എന്താണ്? ഡ്രൈനേജ് എക്സലൻ്റ് ആയിരിക്കും, എക്സലൻറ്റ് ഡ്രൈനേജ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി റെയിൻഫോളും സ്നോഫോളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രോപ്പർ ഡ്രൈനേജ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ലോപ്പിംഗ് റൂഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് ഇറഗുലർ ഷേപ്സുള്ള ബിൽഡിങ്ങിലെല്ലാം നമുക്ക് പിച്ച് റൂഫ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഹെവി റെയിൻഫോളും സ്നോഫോളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ബെറ്റർ ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പിച്ച്ഡ് അല്ലെങ്കിൽ സ്ലോപ്പ് റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പിച്ച് റൂഫ്സ്. പിച്ച് റൂഫിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ 3 ടൈപ്സ് വരുന്നുണ്ട്. സിംഗിൾ റൂഫ്, ഡബിൾ ഓർ പർലിൻ റൂഫ്, ട്രിപ്പിൾ മെമ്പേർഡ് ഓർ ഫ്രെയിംഡ് ഓർ ട്രസ് റൂഫ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് സിംഗിൾ റൂഫ്. സിംഗിൾ റൂഫ്സിൽ 4 ടൈപ്സ് ഉണ്ട്. ഇതാണ് ലീൻ ടു റൂഫ്, കപ്പിൾ റൂഫ്, കപ്പിൾ ക്ലോസ് റൂഫ്, കോളർ ബീം റൂഫ് ഓർ കോളർ ടൈ റൂഫ്. ഇനി ട്രിപ്പിൾ മെമ്പേർഡ് ഓർ ഫ്രെയിംഡ് ഓർ ട്രസ് റൂഫിൽ വരുന്നതൊക്കെ ഏതൊക്കെയാണ്? കിങ് പോസ്റ്റ് റൂഫ് ട്രസ്, ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ്, കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ്, മൻസാർഡ് റൂഫ് ട്രസ്, ട്രങ്കേറ്റഡ് റൂഫ് ട്രസ്, ബെൽഫാസ്റ്റ് റൂഫ് ട്രസ്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് പിച്ച് റൂഫ്സിൽ വരുന്നത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം സിംഗിൾ റൂഫ്സ് എന്താണ്. അതായത് സ്മോൾ സ്പാന് വരുന്ന കേസിലാണ് നമ്മൾ സിംഗിൾ റൂഫ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ആവശ്യമില്ല. ഇവിടെ കോമൺ റാഫ്റ്റേഴ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ റൂഫിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് ലീൻ ടു റൂഫ് അല്ലെങ്കിൽ വരാന്ത റൂഫ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് പിച്ച് റൂഫാണ്. ഓക്കെ, സ്പാൻ എന്ന് പറയുന്നത് 2.4 മീറ്ററിൽ കുറവായിട്ടുള്ള ബിൽഡിങ്സിലാണ് നമ്മൾ ലീൻ ടു റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ എവിടെയൊക്കെയാണ് മെയിൻ ബിൽഡിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഷെഡ്സിൽ, ഔട്ട് ഹൗസസിൽ, അതുപോലെ തന്നെ വെറാന്താസിലൊക്കെയാണ് നമ്മൾ ലീൻ ടു റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു ലീൻ ടു റൂഫ് അല്ലെങ്കിൽ വരാന്ത റൂഫിൻ്റെ പിക്ചർ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് റാഫ്റ്റേഴ്സിൻ്റെ അപ്പർ എൻഡ് പറയുന്നത് വാൾ പ്ലേറ്റുമായിട്ട് കോർബൽ സ്റ്റോൺസിൻ്റെ അവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലോവർ എൻഡ് എന്ന് പറയുന്നത് വാൾ പ്ലേറ്റ്സുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് ലീൻ ടു റൂഫ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു സൈഡിലേക്ക് മാത്രമാണ് സ്ലോപ്പ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് കപ്പിൾ റൂഫ്. കപ്പിൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് സൈഡ്സിലേക്ക് സ്ലോപ്പ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ലീൻ ടു റൂഫിൽ വൺ സൈഡിലേക്കാണ് സ്ലോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കപ്പിൾ റൂഫിൽ വരുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും സ്ലോപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ അപ് ടു 3.6 മീറ്റർ സ്പാന് വരുന്ന ബിൽഡിങ്സിലാണ് നമ്മൾ കപ്പിൾ റൂഫ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കപ്പിൾ റൂഫിൻ്റെ പിക്ചറാണ്. ഇവിടെ എന്താണ്, രണ്ട് റാഫ്റ്റേഴ്സ് ഉണ്ട്. ഈ രണ്ട് റാഫ്റ്റേഴ്സിൻ്റെ അപ്പർ പോർഷൻ റിഡ്ജുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. രണ്ട് റാഫ്റ്റേഴ്സ് ഉണ്ട്. ഈ റാഫ്റ്റേഴ്സ് ഇൻക്ലൈൻഡ് മെമ്പേഴ്സാണ്. ഇൻക്ലൈൻഡ് മെമ്പേഴ്സിൻ്റെ അപ്പർ പോർഷൻ റിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇനി ലോവർ പോർഷൻ എന്താണ്, ലോവർ പോർഷൻ വാൾ പ്ലേറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പർ പോർഷൻ റിഡ്ജുമായിട്ടും ലോവർ പോർഷൻ വാൾ പ്ലേറ്റുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കപ്പിൾ ക്ലോസ്ഡ് റൂഫ്. കപ്പിൾ ക്ലോസ്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾ റൂഫിന് സെയിം ആണ്. ടു സൈഡിലേക്കും സ്ലോപ്പ് ഉണ്ടാവും. പക്ഷേ എക്സെപ്റ്റ് ഇവിടെ വരുന്നത് ഒരു ടൈ ബീം വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഒരു വെർട്ടിക്കൽ റോഡും വരുന്നുണ്ട്. നമുക്ക് പിക്ചറിൽ നോക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സ്പാൻ എന്ന് പറയുന്നത് 4.5 മീറ്റേഴ്സ് വരെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. കപ്പിൾ ക്ലോസ് റൂഫിൻ്റെ കാര്യത്തിൽ സ്പാൻ എന്ന് പറയുന്നത് 4.5 മീറ്റേഴ്സാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കപ്പിൾ ക്ലോസ് റൂഫിൻ്റെ പിക്ചറാണ്. അപ്പോൾ നമ്മൾ കപ്പിൾ റൂഫിൽ കണ്ടതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ എന്താണ്, ഒരു കിങ് റോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈ ബീം വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ ടൈ ബീം വരുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈ ബീം എന്ന് പറയുന്നത് കോമൺ റാഫ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാണ് അല്ലേ. കോമൺ റാഫ്റ്റേഴ്സിൻ്റെ ബോട്ടം പോർഷൻ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൈ ബീം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ് റോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സ്പാന് കൂടുതലാവുന്ന സമയത്ത് മിഡിലൊരു സാഗ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർട്ടിക്കലി ഒരു റോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ് പറയുന്നത്, കിങ് റോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കോളർ ബീം റൂഫ്. കോളർ ബീം റൂഫ് എന്ന് പറയുന്നത് കപ്പിൾ ക്ലോസ് റൂഫ് പോലെ തന്നെയാണ്. രണ്ട് സൈഡിലേക്കും സ്ലോപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അപ് ടു 5 മീറ്റർ സ്പാൻ വരുന്ന കേസിലാണ് സ്യൂട്ടബിളായിട്ട് വരുന്നത്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കപ്പിൾ ക്ലോസ് റൂഫിൽ ഈ റാഫ്റ്റേഴ്സിന് സ്പാൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒബിയസ്ലി ലോഡ് കൂടുമല്ലോ, ഈ ലോഡ് കൂടുന്ന സമയത്ത് ഈ റാഫ്റ്റേഴ്സിന് ബെൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ടൈ ബീമിന് പകരം കൊടുക്കുന്ന ഒന്നാണ് കോളർ ബീം. ഓക്കെ, കോളർ ബീമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കപ്പിൾ ക്ലോസ് റൂഫിൽ ടൈ ബീമാണ് പ്രൊവൈഡ് ചെയ്തത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കോളർ ബീമാണ്. ഓക്കെ, അതാണ് ഇവിടെ വരുന്നൊരു ഡിഫറൻസ്. ഇതാണ് കോളർ ബീം റൂഫിൻ്റെ പിക്ചർ. നമ്മൾ നേരത്തെ കപ്പിൾ ക്ലോസ് റൂഫിൽ വാൾ പ്ലേറ്റ് ലെവലിൽ എന്താണ്, ടൈ ബീമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ റൈസ് ലെവൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, കോളർ ബീമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലേക്കും സ്ലോപ്പിംഗ് ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ഡബിൾ ഓർ പർലിൻ റൂഫ്സ്. ഓക്കെ, ഇവിടെ വരുന്നത് ടു ബേസിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, റാഫ്റ്റേഴ്സും പർലിൻസും ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ ഓർ പർലിൻ റൂഫ്സിനെ റാഫ്റ്റർ ആൻഡ് പർലിൻ റൂഫ് എന്നും പറയാറുണ്ട്. ഇത് സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്റേഴ്സിൽ കൂടുതൽ വരുന്ന കേസസിലാണ് നമ്മൾ ഡബിൾ ഓർ പർലിൻ റൂഫ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ റാഫ്റ്റേഴ്സ് 20 to 40 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിലാണ് റാഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ റാഫ്റ്റേഴ്സും ഇവിടെ 3 പോയിൻറ്റ്സിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏതിലേക്കാണ്, റിഡ്ജ്, പർലിൻ അല്ലെങ്കിൽ വോൾ പ്ലേറ്റ്സിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലാർജർ റൂഫ്സ് ആണെങ്കിൽ 2 or more പർലിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, നോക്കൂ, ഡബിൾ ഓർ പർലിൻ റൂഫിൻ്റെ പിക്ചേഴ്സാണ്.
പർലിൻസും റാഫ്റ്റേഴ്സും ടു ബേസിക് എലമെൻസ് ആയിട്ട് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ 5 meters കൂടുതൽ സ്പാൻ വരുന്ന കേസസിലാണ് നമ്മൾ ഡബിൾ അല്ലെങ്കിൽ പർലിൻ റൂഫ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ട്രിപ്പിൾ മെമ്പേർഡ് ഓർ ട്രസ്ഡ് റൂഫ്. ഈ ടൈപ്പ് ഓഫ് റൂഫ് യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 5 meters കൂടുതലായിരിക്കുന്ന കേസസിലാണ് ട്രിപ്പിൾ മെമ്പേർഡ് അല്ലെങ്കിൽ ട്രസ്ഡ് റൂഫ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു റൂമിലെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് റൂം ലാർജ് ആവുന്ന കേസസിൽ ഓക്കെ, അവിടെ നമുക്ക് ഇൻറ്റേർണൽ വാൾസോ പാർട്ടീഷൻ വാൾസോ പല്ലിനെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത കേസസിൽ ലെങ്ത് ഓഫ് റൂം ലാർജായിട്ട് വരുന്ന കേസസിലൊക്കെയാണ് നമ്മൾ ട്രിപ്പിൾ മെമ്പേർഡ് അല്ലെങ്കിൽ ട്രസ്ഡ് റൂഫ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓക്കെ, ട്രസ്ഡ് റൂഫ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. കിങ് പോസ്റ്റ് ട്രസ്, ക്യൂൻ പോസ്റ്റ് ട്രസ്, കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ്സസ്, മൻസാർഡ് ട്രസ്റ്റ്, ട്രങ്കേറ്റഡ് ട്രസ് ആൻഡ് ബെൽഫാസ്റ്റ് ട്രസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് കിങ് പോസ്റ്റ് റൂഫ് ട്രസ്. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. പിക്ചറിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണുള്ളത്? ലോവർ ഒരു ടൈ ബീം കൊടുത്തിട്ടുണ്ട്, ലോവർ പോർഷനിലൊരു വാൾ പ്ലേറ്റ്സ് വരുന്ന ലെവലിൽ നമുക്കൊരു ടൈ ബീം കൊടുത്തിട്ടുണ്ട്. 2 inclined പർലിൻസ് ഉണ്ട്, പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ് ഉണ്ട്. 2 inclined പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 സ്ട്രൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കൂ, 2 സ്ട്രൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കിങ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെർട്ടിക്കലി കിങ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കിങ് പോസ്റ്റ് റൂഫ് ട്രസ്സിൽ എവിടെയാണ് സ്പാൻസ് 5 to 8 meter വരുന്ന കേസസിലാണ് കിങ് പോസ്റ്റ് ട്രസ് സ്യൂട്ടബിളായിട്ട് വരുന്നത്. സ്പാൻ 5 to 8 meters വരുന്ന കേസസിലാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ് കിങ് പോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? സാഗിങ്, സെൻട്രൽ പോർഷനിൽ വരുന്ന സാഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കിങ് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രക്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സിൻ്റെ സാഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ്. ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ് എന്ന് പറയുന്നത് പിക്ചറിൽ നോക്കൂ, എന്താണ് ഇവിടെ കിങ് പോസ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് 2 ക്യൂൻ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈ ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്പാൻ 14 to 18 meters വരുന്ന കേസസിലാണ് നമ്മൾ ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ സ്പാന് കൂടുതലാണല്ലോ. അപ്പോൾ ഈ സ്പാന് കൂടുതലാവുന്ന കേസസിൽ ടൈ ബീമിന് സാഗ് വരാനുള്ള ഒരു റീസൺ ഉണ്ട്. അപ്പോൾ ഈ സാഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ക്യൂൻ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ്സസ്. ഇവിടെ എന്ന് പറയുന്നത് സ്പാന് 18 meters വരെ സ്പാനുള്ള കേസസിലാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ് കൊടുക്കുന്നത്. പിക്ചറിൽ നോക്കൂ, കിങ് പോസ്റ്റ് കാണാം, അതുപോലെ തന്നെ 2 ക്യൂൻ പോസ്റ്റ് കാണാം. ഇവിടെ ഗ്രേറ്റർ സ്പാൻ വരുന്ന കേസിൽ ക്യൂൻ പോസ്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു മെമ്പർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്താണ് പ്രിൻസസ് പോസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ക്യൂൻ പോസ്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു മെമ്പർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പ്രിൻസസ് പോസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മൻസാർഡ് റൂഫ് ട്രസ്. മൻസാർഡിൽ ഇറ്റ് ഈസ് എ 2-story ട്രസ്. ഓക്കെ, ഇതിൽ അപ്പർ പോർഷൻ കിങ് പോസ്റ്റേഴ്സും ലോവർ പോർഷൻ ക്യൂൻ പോസ്റ്റേഴ്സും ആയിട്ടാണ് വരുന്നത്. ഇത് കിങ് പോസ്റ്റിൻ്റെ അതുപോലെ തന്നെ ക്യൂൻ പോസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ 2 pitches ഉണ്ട്. അപ്പർ പിച്ച് എന്ന് പറയുന്നത് 30 to 40 degrees ആണ് വരുന്നത്. അതുപോലെ തന്നെ ലോവർ പിച്ച് എന്ന് പറയുന്നത് 60 to 70 degrees ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ മൻസാർഡ് റൂഫ് ട്രസിൻ്റെ പിക്ചറാണ്. അപ്പർ പോർഷൻ എന്ന് പറയുന്നത് കിങ് പോസ്റ്റും ലോവർ പോർഷൻ എന്ന് പറയുന്നത് ക്യൂൻ പോസ്റ്റും ആണ്. അപ്പർ പിച്ച് 30 to 40 ആണ്. ലോവർ പിച്ച് എന്ന് പറയുന്നത് 60 to 70 degrees ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ട്രങ്കേറ്റഡ് റൂഫ് ട്രസ്. ട്രങ്കേറ്റഡ് റൂഫ് ട്രസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പർ പോർഷൻ മൻസാർഡ് റൂഫ് ട്രസ് പോലെ സിമിലർ ആണ്, പക്ഷേ അപ്പർ പോർഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. ഓക്കെ, അപ്പർ പോർഷൻ ഫ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ബെൽഫാസ്റ്റ് റൂഫ് ട്രസ്. ഇവിടെ എന്ന് പറയുന്നത് 30 meters വരെ ലോങ് സ്പാൻ വരുന്ന കേസിലാണ് നമ്മൾ ബെൽഫാസ്റ്റ് റൂഫ് ട്രസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈറ്റ് റൂഫ് കവറിങ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക. ലൈറ്റ് റൂഫ് കവറിങ് ആണ് ഇവിടെ യൂസ് ചെയ്യാറ്. ഇത് നമ്മൾ ലാറ്റീസ് റൂഫ് ട്രസ് എന്നും പറയാറുണ്ട്.
ഇനി അടുത്താണ് പിച്ച് റൂഫ്സ് നമ്മുടെ കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് റൂഫാണ്. പിക്ചറിൽ കാണുന്നത് എന്താണ് ഫ്ലാറ്റ് റൂഫ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, ടോപ്പ് സർഫസിൽ നമ്മൾ ചെറുതായിട്ടൊരു സ്ലോപ്പിംഗ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിങ്ങിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഫ്ലാറ്റ് റൂഫിൻ്റെ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫ്ലാറ്റ് റൂഫിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പിച്ചർ റൂഫ് അല്ലെങ്കിൽ സ്ലോപ്പ് റൂഫിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫ്ലാറ്റ് റൂഫ് എന്ന് പറയുന്നത് സിമ്പിൾ ടൈപ്പാണ്. അതുപോലെ തന്നെ ഇക്കണോമിക്കലാണ്. ഓക്കെ, ഇക്കണോമിക്കലാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ റൂഫ് ഏരിയ നമുക്ക് റൂഫ് ഗാർഡൻസ് ആയിട്ടോ ഡ്രൈയിങ് യാർഡ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് മുകളിൽ അപ്പർ ഫ്ലോർസ് എല്ലാം നമുക്ക് ഈസിലി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഫോൾ സീലിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് അതർ സർവീസസ് ആർ ലൊക്കേറ്റഡ് ഓൺ ടെറസ്. നമുക്ക് എന്ത് വേണമെങ്കിലും ടെറസിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് റൂഫിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ ഹെവി റെയിൻഫോളുള്ള പ്ലേസസിൽ നമുക്ക് ഫ്ലാറ്റ് റൂഫ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡ്രെയിനേജ് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, ലീക്കേജ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഫ്ലാറ്റ് റൂഫ്സ് ഹെവി റെയിൻഫോളുള്ള സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ലോങ് സ്പാനുള്ള ബിൽഡിങ്സിൽ ഇൻ്റർമീഡിയറ്റ് പില്ലേഴ്സോ ബീംസോ ഇല്ലാതെ നമുക്ക് ഫ്ലാറ്റ് റൂഫ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ വരുന്ന സമയത്ത് ക്രാക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ്. ഈ ഫ്ലാറ്റ് റൂഫിൽ ഫസ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ബംഗാൾ ടെറസ് റൂഫ്. അതായത് ഈ വരാന്ത പോർഷൻസിലൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് റൂഫ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ റാഫ്റ്റേഴ്സ് 30 to 50 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ സ്ലൈറ്റ് ഇൻക്ലിനേഷനിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് സിമെൻറ്റ് റൂഫ്. നമുക്കറിയാം, പേരും തന്നെ അറിയാം എന്തൊക്കെയാണ് ഉണ്ടാവുക. റീഇൻഫോഴ്സ്മെൻറ്റും ബ്രിക്കും അതുപോലെ തന്നെ കോൺക്രീറ്റും ആണ്. അപ്പോൾ നമ്മൾ ഈ ബ്രിക്ക് ഫസ്റ്റ് ഹൊറിസോണ്ടലായിട്ട് ലേ ചെയ്യും. എന്നിട്ട് സ്റ്റീൽ ബാർസും കോൺക്രീറ്റ് മിക്സും യൂസ് ചെയ്തിട്ട് ജോയിൻസ് ഫിൽ ചെയ്യും അല്ലേ. നെക്സ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് വോളിലാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ സഫിഷ്യൻറ്റ് സ്ലോപ്പ്, വാട്ടർ ഡ്രെയിനേജിന് സഫിഷ്യൻറ്റ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് സിമെൻറ്റ് റൂഫിൻ്റെ പിക്ചറാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് വണ്ണാണ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് റൂഫ്. നമുക്കറിയാം കോൺക്രീറ്റും സ്റ്റീലും യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനാണ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് റൂഫിൽ വരുന്നത്. പിന്നെ 1 വേ സ്ലാബുണ്ട്, 2 വേ സ്ലാബുണ്ട്, അതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്, സ്മൂത്ത് ഫിനിഷ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ തിക്നെസ് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്, സ്പാൻ, അതുപോലെ തന്നെ ഫ്ലോറിൽ വരുന്ന ലോഡ്, ഇവനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ പിക്ചറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് റൂഫിൻ്റെ പിക്ചറാണ്. എല്ലാവരും നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് കർവ്ഡ് റൂഫ്. ഇവിടെ നമ്മൾ ആർക്കിടെക്ചറൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പബ്ലിക് ബിൽഡിങ്സിന് ആർക്കിടെക്ചറൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർവ്ഡ് റൂഫ് യൂസ് ചെയ്യുക. ഈ കർവ്ഡ് റൂഫിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഷെൽസ് അല്ലെങ്കിൽ ഡോംസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലാർജ് കോളം ഫ്രീ ഏരിയാസ് റിക്വയർഡ് ആയിട്ടുള്ള കേസസിലാണ് നമ്മൾ കർവ്ഡ് റൂഫ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ്ഡ് റൂഫ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂഫ് കവറിങ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ ടൈൽസ് നമുക്കറിയാം ക്ലേയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റൻ്റ് ആണ്, ചീപ്പാണ്, ഡ്യൂറബിളാണ്. ഓക്കെ, നോക്കൂ, ടൈലാണ് ഇവിടെ റൂഫിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് റൂഫിംഗ് മെറ്റീരിയൽ ടൈൽ വരുന്ന കേസാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെറ്റീരിയലാണ് ആസ്ബെറ്റോ സിമെൻറ്റ് ഷീറ്റ്, അതായത് AC ഷീറ്റ്. നമുക്കെല്ലാം അറിയാം, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, ഫാക്ടറീസ്, ഷെഡ്, ഇവയുടെയൊക്കെ റൂഫിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ AC ഷീറ്റ് യൂസ് ചെയ്യാറുണ്ട്. ചീപ്പാണ്, ലൈറ്റ് ആൻഡ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഡ്യൂറബിളാണ്, ലെസ് മെയിൻ്റനൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് GI ഷീറ്റ്, അതായത് ഗാൽവനൈസ്ഡ് അയൺ കൊറുഗേറ്റഡ് ഷീറ്റാണ്. ഇവ സ്ട്രോങ്ങർ ദാൻ AC ഷീറ്റാണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്, ലൈറ്റ് ആൻഡ് വെയിറ്റ് ആണ്. ഇവിടെ GI ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെഡ്, സെക്യൂരിറ്റി ക്യാബിൻസ്, ഗ്യാരേജസ്, ഇവയുടെയൊക്കെ റൂഫിംഗ് മെറ്റീരിയലായിട്ടാണ് GI ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വണ്ണാണ് അലുമിനിയം ഷീറ്റ്. പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, നമുക്കറിയാം ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ ഇക്കണോമിക്കലാണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്, സീറോ മെയിൻ്റനൻസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഷെഡ്, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ടെമ്പററി കൺസ്ട്രക്ഷൻ ഇവയുടെയൊക്കെ ബിൽഡിംഗ് മെറ്റീരിയലായിട്ടാണ് നമ്മൾ അലുമിനിയം ഷീറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എസ്ഫോൾട്ട് ഷിംഗിൾസ്. പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് 20 to 50 ഇയേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈസി ടു ഇൻസ്റ്റാൾ ആണ്, ഡിഫറെൻറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് FRP ഷീറ്റ്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ ഷീറ്റ്. പോപ്പുലർലി ഫൈബർ ഗ്ലാസ് ഷീറ്റ് എന്നാണ് വിളിക്കാറ്. ഡിഫറെൻറ്റ് ഷേപ്പിലും കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. FRP ഷീറ്റ്സ് UV പ്രൊട്ടക്റ്റഡ് ആണ്, റസ്റ്റ് പ്രൂഫ് ആണ്, ഹൈലി ഡ്യൂറബിൾ ആണ്, ഹൈ തെർമൽ ഇൻസുലേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് റൂഫ്സ്, അതിൽ വരുന്ന ടെക്നിക്കൽ ടേംസ്, ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ റൂഫ് കവറിങ് മെറ്റീരിയൽസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടെക്നിക്കൽ ടേംസ് ആണ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനും. ടെക്നിക്കൽ ടേംസ് എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.